ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവരും സുഖമാണ് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളും പോയി ഫ്രീ ആയിട്ട് അറ്റ്ലാന്റിസ് അക്വഞ്ചർ പാർക്കിൽ ഞങ്ങളും പോയിട്ട് അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഫ്രീ ടിക്കറ്റ് കിട്ടുന്നുണ്ടെന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ട് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറേ ട്രൈ ചെയ്തും കിട്ടി. അവരുടെ സൈറ്റിൽ ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു 9 o'clock രാവിലെ 9 o'clock തൊട്ടിട്ടാണ് അവർ സൈറ്റ് ഓപ്പൺ ആക്കുന്നത്. അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഒരാൾ ടിക്കറ്റിൽ 4 ആൾക്കാർക്ക് പോവാം. അപ്പോൾ പാർക്കിംഗ് വേറെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് നമ്മൾ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടുന്ന് പിന്നെ ബസ് വഴിയാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു പാർക്കിലേക്ക് പോകണം. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വാട്ടർ തീം പാർക്കിലേക്ക് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയാൽ ഇതേപോലെ ഭയങ്കര എക്സ്പെൻസീവ് ഒരുപാട് ഷോപ്പ് അവിടെ കാണാം. ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു ക്യാപ്പിൻ്റെ റേറ്റ് ചോദിച്ചാണ് 175 അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വേണ്ട, ക്യാപ്പ് വേണ്ടെന്ന് വെച്ച് ചെറിയൊരു സാധനം ഹലക്ക് വേണ്ടി ചെറിയൊരു സാധനം ചോദിച്ചാണ്. പിന്നെ കണ്ടോ ഈ ഒരു തീം വർക്ക് എന്ത് രസമാണ് കാണാനും അറിയാം. ഭയങ്കര ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വാട്ടർ തീം പാർക്കിലേക്ക് പോകുന്നത്. ഹല കുഞ്ഞതായിരിക്കുമ്പോഴേറ്റൊന്ന് പോയതാണ്. പക്ഷേ അങ്ങനെ കയറാനൊന്നും ആ സമയത്ത് പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതിൽ കയറാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാലും കൂടുതൽ ഉള്ളിലൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ടിക്കറ്റൊക്കെ എന്താ പറയുക സ്കാൻ ചെയ്യുന്ന ആ ഒരു കൗണ്ടിലേക്ക് ഞങ്ങൾ പോയി. ഞങ്ങൾ പോയ ടൈമിലൊന്നും അധികം ആൾക്കാരില്ലായിരുന്നു കേട്ടോ. നോർമൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതാ സ്കാൻ ചെയ്യാനുള്ള ഞങ്ങൾ 4 ടിക്കറ്റ് ഇതാ അസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫൈനലി അവിടുന്ന് ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം സ്കാൻ ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവിടുത്തെ ഒരു അതിൻ്റെ എംബ്ലമുള്ള ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. ഹല ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതാണ് ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന കേട്ടോ ആൾ. ഹലിൻ്റെ കൈമൊക്കെ അത് ഭയങ്കര ലൂസായിരുന്നാലും ഒരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അസുഖം അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ എൻ്റെ ഇപ്പോഴിതാ ഇതേപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ അടുത്തത് ലോക്കറിൽ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ലോക്കറിന് 60 dirhams ആട്ടോ അവിടെ ചാർജ് ആക്കുന്നത്. പിന്നെന്താണ് അങ്ങനെ അതാ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു എന്താ പറയുക ഇതേപോലത്തെ ഒരു വണ്ടി വരും. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇതേപോലത്തെ റൈഡൊക്കെ കയറുന്ന ആ ഒരു സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. നടക്കുന്ന ആൾക്കാർക്കാണ് നടക്കാം. പക്ഷേ ഇതേപോലെ വണ്ടി വരും. അപ്പോൾ വെറുതെ കാലിങ്ങനെ നടന്ന് എടുത്തുണ്ടല്ലോ. അപ്പോൾ അതാ ആ വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അടിപൊളി കാഴ്ച കേട്ടോ. അപ്പുറത്ത് ബീച്ച് സൈഡാണ്, നല്ല രസമാണ് കാണാൻ കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്തു, സത്യം പറയാമല്ലോ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഹല ആദ്യമായിട്ടാണ് കേട്ടോ വാട്ടർ തീം പാർക്കിലേക്ക് പോകുന്നത്. നൈല പിന്നെ കുറച്ച് മുന്നേ പോയിട്ടുണ്ടായിരുന്നു അവൾ ചെറുതായ സമയത്ത്. അങ്ങനെ ഹലക്ക് എന്ത് സന്തോഷം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്. ആദ്യം ഹലക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അങ്ങനെ എന്താ പറയുക ആൾ ഭയങ്കര ഒന്ന് സ്ലൈഡ് ചെയ്ത് അങ്ങനെ ആൾ ഓക്കെ ആയപ്പോൾ പിന്നെ മൊത്തം ഭയങ്കര വെള്ളത്തിൽ കളിച്ചിട്ട് ഭയങ്കര രസമായിരുന്നു. ഹലക്ക് ഭയങ്കര തണുക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര കാറ്റുണ്ടായിരുന്നു, ഭയങ്കര വിറച്ച് കളിക്കായിരുന്നു. പിന്നെ അടുത്ത ഒരു സംഭവമാണിത്. ഇത് ഭയങ്കര രസമാണ്. ഇത് അല്ലാണ്ട് ആഴൊന്നുമില്ലായിരുന്നു. ഇതൊരു വേവിനനുസരിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ ജസ്റ്റ് നിന്നെടുത്താൽ മതി. നമ്മളിങ്ങനെ പോകും കേട്ടോ. അല്ലാണ്ട് എന്താണ് നീന്താൻ അറിയാത്തവർക്കൊക്കെ മീൻസ് ഇതേപോലെ ജാക്കറ്റൊക്കെ തരും. നല്ല സുഖമായിട്ട് നമ്മളിങ്ങനെ നിന്നെടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ആ വേവിനനുസരിച്ച് നമ്മളിങ്ങനെ ആ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞു സ്നാക്സൊക്കെ കൊണ്ടുപോകും, നഗറ്റ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ടുപോകും. അവിടെ റീഫിൽ ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഉള്ളിൽ വെള്ളം വാങ്ങിക്കുമ്പോൾ ഒക്കെ നല്ല റേറ്റാണ്. ഹല ഈ വേവിനനുസരിച്ച് ഇങ്ങനെ അവളെന്നെ ഇങ്ങനെ സ്വിമ്മ് ചെയ്യുമ്പോൾ ഞാൻ സ്വിമ്മിങ് പഠിച്ചു പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ് ആയിട്ട് മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് റൈഡ് കയറാൻ പോയിട്ടോ. പിന്നെ ഒരു മനസ്സിലൊരു ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ചാൽ ഹലക്ക് വല്ലാണ്ട് റൈഡിലൊന്നും കയറാൻ പറ്റില്ല എന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഹലൻ്റെ ഹൈറ്റ് വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം റൈഡിലൊക്കെ ഹലയും കയറിയിട്ടുണ്ടായിരുന്നു. ഫാമിലി റൈഡിൽ അത്യാവശ്യം അവളും കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ച ഹലനെ ഒന്നിലും കയറ്റാൻ പറ്റില്ല, അവൾ മറ്റേ കുട്ടികളെ ഒരു ഇതിൽ മാത്രമേ കൊണ്ടിടാൻ പറ്റുള്ളൂ എന്നുള്ള ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ഹൈറ്റ് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് കയറാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഏറ്റവും ടോപ്പിലുള്ള ഒരു റൈഡിൽ പോവുകയാണ്. അവിടുത്തെ മുകളിൽ നിന്ന് ഞാൻ കുറച്ച് വ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ 2 ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഒന്ന് ദേ കാണുന്ന ആ ഒരു ബിൽഡിങ്ങും പിന്നെ കുറച്ച് നടന്ന് വന്നതിന് ശേഷം പിന്നെ വേറൊരു ബിൽഡിംഗ് ഉണ്ട്, അതിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അതേപോലെ ഫസ്റ്റ് ഒരു വണ്ടി കണ്ടില്ല, ആ വണ്ടിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ബീച്ചിലൊക്കെ പിന്നെ ഒരുവിധം എല്ലാത്തിലും ഗനയിലൊക്കെ ഒരു റൈഡിൽ മാത്രമേ കയറാൻ പറ്റായുള്ളൂ. ഒരു സ്ലൈഡിൻ്റെ ഒരു റൈഡ് ഉണ്ട്, നമ്മൾ എന്താ പറയുക ഭയങ്കര ഫോഴ്സിൽ പോകുന്നത്. അപ്പോൾ അതിൽ മാത്രം അവൾക്ക് കയറാൻ അവൾക്ക് വെയിറ്റ് അതിനൊക്കെ എല്ലാവരും. അപ്പോൾ ഇതാ ഞാനും നെയിലും കയറിയ റൈഡാണ് കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് സൂപ്പറായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്
ഇതാ ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഡീപ്പാണ് കേട്ടോ വെള്ളം. ഒരു 3 സംതിങ് എത്രയോ മീറ്റർ എത്രയോ ഡെപ്താണ്. അപ്പോൾ അതിലേക്ക് ഇതേപോലെ നമുക്ക് ചാടിയിട്ട് നീന്താം കേട്ടോ. പക്ഷെ നല്ല സ്വിമ്മിങ് അറിയണം. അപ്പോൾ ഞാൻ മുന്നേ സ്വിമ്മിങ് എനിക്ക് അറിയുന്നത് കാരണം ഞാൻ ചാടി നീന്തി അടിച്ചു. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ എന്താ പറയുക പഠിച്ചതാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴും എനിക്കത് ഉപകാരമായി. പിന്നെ അടുത്ത റൈഡ് എൻ്റെ മക്കളെ ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര സ്റ്റെയർ കയറി കാലൊക്കെ ഒരു പണിയാവും. പിറ്റേ ദിവസം കാലം എനിക്ക് സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം കാലം നനക്കാൻ പറ്റില്ല, അത്രയും ഭയങ്കര സ്റ്റെപ്പ് കയറി ആ കാലൊക്കെ എന്തോ പോലെ ആയിരുന്നു. അപ്പോൾ അടുത്ത റൈഡ് ഇതാണ്. ഇത് ഫാമിലി റൈഡാണ് കേട്ടോ. പിന്നെ ഇതാ ലാസ്റ്റ് ചെയ്ത് റൈഡാണ് ഇത് ഞാൻ വേണോ ഇറക്കാട്ട് പേടിച്ച് കുറേ ചെയ്യാമായിരുന്നു. പിന്നെ അസോക്ക നീ ചെയ്യൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റ് ചെയ്ത റൈഡാണ് ഇത്. ബോഡി സ്ലൈഡാട്ടോ. ഇത് ഭയങ്കരമാണ്. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്താലും നമുക്ക് ആ ഒരു പേടി മാറും. അയാൾ എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും എൻ്റെ മൈൻഡിലായിരുന്നു. എനിക്ക് അത് ക്ലോസ് ചെയ്താൽ ഒരു കൗണ്ടിങ് ഉണ്ട് 3, 2, 1 എന്ന് പറഞ്ഞാൽ പിന്നെയാണ് നമ്മൾ നിൽക്കുന്ന ആ ഒരു സാധനം അങ്ങോട്ട് താന്നിട്ട് ഇതേപോലെ ഭയങ്കര പോസ്റ്റായിട്ട് പോകുന്നത്. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആവും. പിന്നെ അത് അക്കോഞ്ചർ പാർക്കിലെ ഒരു എന്താ പറയുക അവിടുത്തെ എന്തെല്ലാം ഏതൊക്കെ സ്ഥലത്തിൽ കാണിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. റൈഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ എന്താ പറയുക എൻ്റെ ഫോൺ ആ സമയത്ത് ചില സമയത്ത് സ്റ്റക്കായിരുന്നു, ചാർജിൽ അങ്ങനെ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില റൈഡിൻ്റെ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു 6 o'clock ആകുമ്പോഴാണ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് രാവിലെ എങ്ങനെ കൊണ്ടാക്കി തന്നെ അതേപോലെ ബസ് വരും. നമ്മൾ പാർക്കിംഗ് ചെയ്ത വണ്ടീൻ്റെ അവിടെ കൊണ്ടുപോയി ഇവർ ഇറക്കി തരും. അപ്പോൾ സുഖമായിട്ട് നമ്മൾ അവിടെ പോയിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെക്കും ബൈ.